നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഏരൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വിദ്യാർത്ഥികളെ ഇടിച്ചു വീഴ്ത്തി. വിദ്യാർത്ഥികൾക്ക് മുകളിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞു. 2 വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്ക്. കുളത്തൂപ്പുഴയിൽ കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണം. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന വാഹനയാത്രക്കാരെയാണ് കാട്ടുപന്നികൾ ആക്രമിച്ചത്. 6 പേർക്ക് പരിക്ക്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഫലപ്രദമായി വിപണി ഇടപെടൽ നടത്തുകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വിലക്കയറ്റമില്ലാതെ അരിയും പലവ്യഞ്ജനവും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ നൽകാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി. ആശ്രമ മൈതാനത്ത് സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയർ ജില്ലാതല ഉദ്ഘാടനം നടത്തി. ലക്ഷം കടന്ന് സ്വർണ്ണവില. പവന് 1760 രൂപ വർദ്ധിച്ച് 1,01,600 രൂപയായി. ഗ്രാമിന് 12,700 രൂപയായി. ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണ്ണവില ലക്ഷം തൊടുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ഏരൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വിദ്യാർത്ഥികളെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം മുകളിലേക്ക് മറിഞ്ഞു. 2 വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഏരൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻവശത്തായിരുന്നു അപകടം. ഏരൂരിലാണ് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വിദ്യാർത്ഥികളെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം അവരുടെ മുകളിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഏരൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻവശത്തായിരുന്നു അപകടം. സീബ്ര ലൈനിലൂടെ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ ഓട്ടോറിക്ഷ പാഞ്ഞു വന്നിടിക്കുകയായിരുന്നു. അതായത് പരീക്ഷ കഴിഞ്ഞിട്ട് കുട്ടികൾ സ്കൂളിന്റെ മുൻവശത്ത് ബസ് കയറാൻ വേണ്ടി പോവുകയായിരുന്നു. അപ്പോൾ കുട്ടികൾ റോഡ് സൈഡിൽ തന്നെയാണ് നിന്നത്. വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വന്നിട്ട് കുട്ടികളുടെ ഭാഗത്തേക്ക് ഇടിച്ച് കുട്ടികളുടെ പുറത്തേക്ക് മറിയുകയായിരുന്നു. പിന്നെ അവിടെ ഇതേ മദ്യപിച്ചിരുന്നതായിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു വിവരം. പിന്നെ അത് മാത്രമല്ല, കുട്ടികളെ ഇപ്പം മിഷൻ ആശുപത്രിയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. അവർക്ക് ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടെന്നാണ് തോന്നുന്നത്. സ്കാനിങ് നടക്കുന്നുണ്ട്. ഇനി സ്കാനിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുടർ ചികിത്സയ്ക്ക് മറ്റെവിടെയെങ്കിലും പോകണമെന്നുള്ള കാര്യം ആലോചിക്കും. ഏരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. അപകടം സംഭവിച്ച ഉടനെ ഡ്രൈവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഓടിയെത്തിയ നാട്ടുകാരും വിദ്യാർത്ഥികളുമാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഏരൂർ പോലീസ് സ്ഥലത്തെത്തി നിയമ നടപടികൾ സ്വീകരിച്ചു. ഇപ്പം രാവിലെ ഞാൻ സബ് ഇൻസ്പെക്ടറോട് ഇന്ന് ഉച്ചയ്ക്ക് പരീക്ഷ തീരുകയാണെന്നും സ്കൂളിൻ്റെ മുമ്പിൽ ഒരു ശ്രദ്ധ വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് SPCയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൽ വന്നപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, പരീക്ഷയ്ക്ക് ശേഷം ഞങ്ങളുടെ അധ്യാപകർ കുട്ടികളെ ബസ് കയറ്റി വിടാൻ വരാറുമുണ്ട്. 2-3 അധ്യാപകർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് കാര്യങ്ങൾ ബാക്കിയുള്ള ഒരു പരീക്ഷ പേപ്പർ കൊടുത്തിട്ട് പെട്ടെന്ന് വരേണ്ടതാണ്. അപ്പോൾ ഈ ആദ്യം പരീക്ഷ കഴിഞ്ഞ് പോയ കുട്ടികളുടെ ബാച്ചിൽ പെട്ടതാണ് ഈ കുട്ടികൾ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടത് അപകടക്കെണിയാകുന്നു. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഫാത്തിമ പബ്ലിക് സ്കൂളിന് സമീപത്തുകൂടി കടന്നുപോകുന്ന പ്രധാന റോഡാണ് തകർന്നത്. റോഡ് നവീകരണം വൈകുന്ന സാഹചര്യത്തിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ. പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഫാത്തിമ പബ്ലിക് സ്കൂളിന് സമീപത്തുകൂടി കടന്നുപോകുന്ന പ്രധാന റോഡാണ് മാസങ്ങളായി തകർന്നു കിടക്കുന്നത്. റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ യാത്ര അതീവ അപകടകരമാണ്. റെയിൽവേ സ്റ്റേഷനിലേക്കും സ്കൂളിലേക്കും എത്തുന്ന 100 കണക്കിന് വാഹനങ്ങളാണ് നിത്യേന ഇതുവഴി കടന്നു പോകുന്നത്. റോഡിന്റെ കൂടുതൽ ഭാഗങ്ങളിലും ടാറിങ് ഇളകി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യാത്രക്കാരുമായി പോകുന്ന ഓട്ടോറിക്ഷകൾക്കും റോഡിന്റെ ശോച്യാവസ്ഥ മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ഓട്ടോ ഡ്രൈവർമാർ ഈ വഴി ഓട്ടം പോകാൻ മടിക്കുന്ന സാഹചര്യവുമുണ്ട്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ വൈകുന്നതിൽ നാട്ടുകാരും പ്രതിഷേധത്തിലാണ്. അധികൃതർക്ക് പലതവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. പ്രധാനപ്പെട്ട റോഡിനോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഡിവൈഎഫ്ഐ നേതാവ് അഭിജിത്ത് അനുസ്മരണം ചെമ്മന്തൂരിൽ സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി ഗവൺമെന്റ് ആശുപത്രിയിൽ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. പായസം ഉൾപ്പെടെയാണ് വിതരണം ചെയ്തത്. CPIM ജില്ലാ കമ്മിറ്റി അംഗം MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു.
ഡിവൈഎഫ്ഐ മേഖലാ ജോയിന്റ് സെക്രട്ടറിയും കോളേജ് ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന അഭിജിത്തിന്റെ അനുസ്മരണമാണ് സംഘടിപ്പിച്ചത്. അനുസ്മരണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ ചെമ്മന്തൂർ മേഖലാ കമ്മിറ്റി 300-ലധികം ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്തു. പായസം ഉൾപ്പെടെയാണ് വിതരണം ചെയ്തത്. എം.എ. രാജഗോപാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. എല്ലാ ദിവസങ്ങളിലും നമ്മളുടെ ഇവിടെ രോഗികളായിട്ട് എത്തുന്നവരുടെ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി ഭക്ഷണപ്പൊതി സമാഹരിച്ച് നൽകുന്നുണ്ട് കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും. അപ്പോൾ ഇന്ന് നിങ്ങൾ ക്യൂ നിന്നിട്ടും 2 മിനിറ്റ് സംസാരിക്കണമെന്നവരാവശ്യപ്പെട്ട ഒരു കാര്യം, കോവിഡ് സമയത്തൊക്കെ ഞങ്ങൾ ഇതേപോലെ ധാരാളം വീടുകളിൽ പൊതിയൊക്കെ കളക്ട് ചെയ്ത് കൊടുത്തിരുന്ന ഡിവൈഎഫ്ഐയുടെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായിരുന്ന മേഖലാ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന സഖാവ് അഭിജിത്ത് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഒരുപാട് പൊതികൾ ഇതേപോലെ കളക്ട് ചെയ്ത ആളുകൾക്ക് കൊടുത്തിരുന്ന ആ അഭിജിത്ത് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പോൾ അങ്ങനെ മരിച്ചുപോയ അഭിജിത്തിൻ്റെ ഓർമ്മ ദിവസമാണിന്ന് എന്നുള്ളതുകൊണ്ട് ഇന്നത്തെ പൊതി അഭിജിത്തിന്റെ സ്മരണകൾ കൂടി അയവിറക്കിക്കൊണ്ടാണ് ഞങ്ങൾ വിതരണം ചെയ്യുന്നത്. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ബിനീഷ് ബാബു, മേഖലാ പ്രസിഡന്റ് ലാലു കുതിരച്ചിറ, വാർഡ് കൗൺസിലറും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ ഷഫ്ന ഷാജഹാൻ, വിവേക്, ആർ അശോക് കുമാർ, സി.വി. രാജേഷ്, ശരത്, സതീഷ്, ഇർഫാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കരുനാഗപ്പള്ളിയിൽ ബ്രൗൺ ഷുഗറുമായി അതിഥി തൊഴിലാളി അറസ്റ്റിൽ. ബീഹാർ പ്രാണാപൂർ കത്തിഹർ സ്വദേശി മുഹമ്മദ് രാജുവാണ് അറസ്റ്റിലായത്. 7.174 ഗ്രാം ബ്രൗൺ ഷുഗർ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു. ക്രിസ്തുമസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കരുനാഗപ്പള്ളി എക്സൈസ് റേഞ്ച് പാർട്ടി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിലാണ് 7.174 ഗ്രാം ബ്രൗൺ ഷുഗറുമായി അതിഥി തൊഴിലാളി പിടിയിലായത്. എക്സൈസ് ഇൻസ്പെക്ടർ എസ് ലതീഷിന്റെ നേതൃത്വത്തിൽ ആദിനാട് തെക്ക് കൊച്ചാലുമൂട് ഭാഗത്ത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നടത്തിയ പരിശോധനയിൽ ബീഹാർ പ്രാണാപൂർ കത്തിഹർ സ്വദേശി മുഹമ്മദ് രാജുവാണ് അറസ്റ്റിലായത്. നാട്ടിൽ പോയി തിരികെ വന്ന പ്രതിയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കുടുങ്ങിയത്. എക്സൈസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പ്രതിയെ നിരീക്ഷിച്ചത്. ആദിനാട് കൊച്ചാലുമൂട് ഭാഗത്തുനിന്ന് 1 മാസം മുമ്പ് ബ്രൗൺ ഷുഗറുമായി പശ്ചിമബംഗാൾ സ്വദേശികളായ 2 തൊഴിലാളികളെ കരുനാഗപ്പള്ളി എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ കെ.ജി. രഘു, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണപിള്ള, സിവിൽ എക്സൈസ് ഓഫീസർമാരായ കിഷോർ, ഹരിപ്രസാദ്, ഗോഡ്വിൻ, നിതിൻ, ശ്രീപ്രിയ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. KSRTC ഓർഡിനറി ബസ് അപകടത്തിൽപ്പെട്ടു. ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഓടയിലേക്ക് ബസിന്റെ മുൻചക്രം താഴുകയായിരുന്നു. ഇതേ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കരുനാഗപ്പള്ളിയിൽ നിന്നും കൊല്ലത്തേക്ക് പോവുകയായിരുന്ന വേണാട് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം രാത്രി 9:30 ചവറ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു അപകടം. റോഡിന്റെ വശത്ത് നിർമ്മിച്ചിട്ടുള്ള ഓടയിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായി എടുത്ത സ്ലാബ് തകർന്ന് ബസിന്റെ മുൻചക്രങ്ങൾ ഓടയ്ക്കുള്ളിൽ പെടുകയായിരുന്നു. ഇതേ തുടർന്ന് 1 മണിക്കൂറോളം ദേശീയപാത 66 ഗതാഗതം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് റോഡിൽ സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് സംരക്ഷണ വേലികൾ മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പോലീസുകാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനങ്ങൾ. പിന്നീട് ബസിന്റെ മുൻഭാഗം ഉയർത്തി ഓടയിൽ നിന്നും മാറ്റി. ബസ്സിലുണ്ടായിരുന്നവരെ മറ്റൊരു ബസ്സിലാണ് കൊല്ലത്തേക്ക് യാത്രയാക്കിയത്. ന്യൂസ് ബ്യൂറോ, ചവറ. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഫലപ്രദമായി വിപണി ഇടപെടൽ നടത്തുകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ആശ്രമ മൈതാനത്ത് സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയർ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വിലക്കയറ്റമില്ലാതെ അരിയും പലവ്യഞ്ജനവും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ നൽകാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി പറഞ്ഞു. ആശ്രമ മൈതാനത്ത് സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചുറാണി നിർവഹിച്ചു. വിലക്കയറ്റമില്ലാതെ അരിയും പലവ്യഞ്ജനവും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ നൽകാൻ നടപടികൾ സ്വീകരിച്ചു. 1 കിലോ അരിക്ക് 25 രൂപ നിരക്കിൽ ഒരാൾക്ക് 20 കിലോ അരി വരെ ഫെയറിലൂടെ ലഭ്യമാകും. എണ്ണ, പഞ്ചസാര, മിൽമ നെയ്, ഭക്ഷ്യകിറ്റ് ഉൾപ്പെടെ വിലക്കുറവിലാണ് സാധനങ്ങളെല്ലാം ലഭിക്കുക. ജില്ലാ അസംബ്ലി മണ്ഡല കേന്ദ്രങ്ങളിലും ഫെയറുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ക്രിസ്മസ് കാലഘട്ടത്തിലും കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവിതരണ സമ്പ്രദായം വഴി സബ്സിഡിയോടുകൂടിയുള്ള പലവ്യഞ്ജന സാധനങ്ങൾ അരി ഉൾപ്പെടെയുള്ളത് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്കാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇന്ന് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം.
ഇത്തവണ എല്ലാവർക്കും ക്രിസ്മസ് ആണ് കേരളത്തിൽ. ആ കേരളത്തിലെ ക്രിസ്മസ് ആഘോഷിക്കുന്ന സാധാരണക്കാർക്ക് നമുക്കറിയാം വിലക്കയറ്റമില്ലാത്ത നിലയിൽ എല്ലാവർക്കും സുഭിക്ഷമായ നിലയിൽ കഴിയത്തക്ക നിലയിൽ സിവിൽ സപ്ലൈസിൻ്റെ നേതൃത്വത്തിലുള്ള വിപുലമായ ഫെയറുകൾ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലെ ജില്ലാ കേന്ദ്രത്തിൽ അതുപോലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുകയാണ്. ഇത്തവണ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 20 കിലോ അരി വരെ കൊടുക്കത്തക്ക നിലയിലാണ് സിവിൽ സപ്ലൈസ് വന്നിരിക്കുന്നത്. 1 കിലോ അരിക്ക് 25 രൂപ വെച്ചാണ് അവർ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള എണ്ണ വന്നിട്ടുണ്ട്, പഞ്ചസാരയുണ്ട്, എല്ലാവിധ പലവ്യഞ്ജന സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുമിച്ച് അവർക്കൊരു കിറ്റായിട്ട് കൊടുക്കുവാനുള്ള സംവിധാനങ്ങളുണ്ട്. മറ്റിതര നമുക്കറിയാം പ്രോഡക്ട്സുകൾ നമ്മുടെ ഇവിടെ തന്നെയുണ്ട്. മിൽമയുടെ നെയ്യ് ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ സിവിൽ സപ്ലൈസിൻ്റെ ഈ ഭാഗത്തുണ്ട്. അതുകൊണ്ട് ഈ വില കുറഞ്ഞ നിലയിൽ ഇത്തരത്തിൽ ഈ 3 കാലഘട്ടങ്ങളിൽ, ഉത്സവ കാലഘട്ടങ്ങളിൽ കേരളത്തിലെ സാധാരണക്കാർക്ക് സബ്സിഡി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിലേക്ക് നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ സിവിൽ സപ്ലൈസും ഇന്ന് വളരെ മുന്നിൽ നിൽക്കുന്നൊരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. എം നൌഷാദ് MLA അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പനയും MLA നിർവഹിച്ചു. ജനുവരി 1 വരെയാണ് ഫെയർ. 280-ലധികം ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകം ഇളവുകളുണ്ട്. ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5 മുതൽ 50% വരെ വിലക്കുറവുമുണ്ട്. 20 കിലോ അരി 25 രൂപയ്ക്ക് ഫെയറുകളിൽ ലഭ്യമാകും. 12 ഉൽപ്പന്നങ്ങൾ അടങ്ങിയ പ്രത്യേക കിറ്റുകളും ലഭിക്കും. കേക്ക്, പഞ്ചസാര, തേയില, പായസ മിക്സ്, ശബരി അപ്പംപൊടി, മസാലകൾ എന്നിവ അടങ്ങിയ കിറ്റിന് 500 രൂപയാണ്. 1000 രൂപയ്ക്ക് സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേക കൂപ്പൺ വഴി 50 രൂപ ഇളവ് ലഭിക്കും. സപ്ലൈകോയുടെ ഉടമസ്ഥതയിലുള്ള പമ്പുകളിൽ നിന്ന് പെട്രോൾ വാങ്ങുന്നവർക്ക് 50 രൂപയുടെ സമ്മാന കൂപ്പണും ലഭിക്കും. ദക്ഷിണ മേഖല ഡെപ്യൂട്ടി റേഷനിംഗ് കൺട്രോളർ CV മോഹൻകുമാർ, ജില്ലാ സപ്ലൈ ഓഫീസർ GS ഗോപകുമാർ, വടക്കുംഭാഗം ഡിവിഷൻ കൗൺസിലർ കുരുവിള ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ലക്ഷം കടന്ന് സ്വർണ്ണവില. പവന് 1760 രൂപ വർദ്ധിച്ച് 1,01,600 രൂപയായി. ഗ്രാമിന് 12,700 രൂപയായി. ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണ്ണവില ലക്ഷം തൊടുന്നത്. പവന് ലക്ഷം രൂപ കടന്ന സ്വർണ്ണവില. 1,01,600 രൂപയാണ് ചൊവ്വാഴ്ച രാവിലെ ഒരു പവന് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 12,700 രൂപയാണ് വില. അടുത്ത ദിവസങ്ങളിൽ സ്വർണ്ണവില ലക്ഷം രൂപയ്ക്കടുത്ത് തുടരുകയായിരുന്നു. തിങ്കളാഴ്ച പവന് 1,440 രൂപ ഉയർന്ന് 99,840 രൂപയിലെത്തിയിരുന്നു. ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നിലവിലെ വിലക്കുതിപ്പിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 1.13 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നൽകണം. 3% GST, 10% പണിക്കൂലി, ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ ഉൾപ്പെടുന്ന നിരക്കാണിത്. പണിക്കൂലി മാറുന്നതിനനുസരിച്ച് വിലയിലും വ്യത്യാസമുണ്ടാകും. സ്വർണ്ണവിലയിൽ ആയിരക്കണക്കിന് രൂപയുടെ വ്യത്യാസം ഒറ്റ ദിവസം തന്നെ ഉണ്ടാകുമ്പോൾ വിലക്കയറ്റം മുന്നിൽ കണ്ട് അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമാണ് നേരിയ ആശ്വാസമുള്ളത്. എന്നാൽ അഡ്വാൻസ് ബുക്കിംഗ് വഴി കോടികളുടെ നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുന്നതാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയ്ക്ക് കരുത്തേകുന്നത്. കൂടാതെ US വെനസ്വേല സംഘർഷ സാധ്യതയും വിപണിയെ സ്വാധീനിക്കുന്നു. ഒരു ട്രോയ് ഔൺസ് തനി തങ്കത്തിന് അന്താരാഷ്ട്ര വില $4,400 കടന്ന് $4,411 എന്ന നിരക്കിലായിരുന്നു തിങ്കളാഴ്ച വ്യാപാരം. $4,421 വരെ വില ഉയർന്നിരുന്നു. അടുത്ത വർഷം അമേരിക്കയിൽ 2 തവണ പലിശ നിരക്ക് കുറയ്ക്കുമെന്നാണ് വിപണി കണക്കുകൂട്ടുന്നത്. കൂടാതെ അമേരിക്കയിലെ തൊഴിൽ മേഖലയിലെ മാന്ദ്യം വേഗത്തിലാകുന്നതും കേന്ദ്ര ബാങ്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കുന്നതും സ്വർണ്ണവില ഇനിയും ഉയരാൻ കാരണമായേക്കും. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലധികമായുള്ള വില നിലവാരം പരിശോധിക്കുകയാണെങ്കിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ സ്വർണ്ണവില വർദ്ധിക്കുന്നതാണ് രീതി. ന്യൂസ് ഡെസ്ക്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ജനുവരി 10, 11 തീയതികളിൽ കായംകുളത്താണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ജനുവരി 10, 11 തീയതികളിൽ കായംകുളത്ത് നടക്കുന്ന KSTA ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ സ്വാഗത സംഘം ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KH ബാബുജാൻ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നിർവഹിച്ചു. ഉപജില്ലാ സെക്രട്ടറി J ഗായത്രി സ്വാഗതം പറഞ്ഞു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഷേഖ് പി ഹാരിസ്, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി B അബിൻ ഷാ, അനിത ടീച്ചർ, PD ജോഷി, C ജ്യോതികുമാർ, S സത്യജ്യോതി, P ബിനു, ജിജോ ജോസഫ്, P അരവിന്ദാക്ഷൻ, N ശിവദാസൻ, മധു, അജിത് S ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം. കുളത്തൂപ്പുഴയിൽ കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണം. കുളത്തൂപ്പുഴ സ്വദേശികളായ വാഹനയാത്രികർക്ക് പരിക്ക്.
3 വയസ്സുകാരൻ ഉൾപ്പെടെ 6 പേർക്കാണ് പരിക്കേറ്റത്. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന വാഹനയാത്രക്കാരെയാണ് കാട്ടുപന്നികൾ ആക്രമിച്ചത്. കുളത്തൂപ്പുഴ കണ്ടച്ചിറ സ്വദേശികളായ ചരുവിളപുത്തൻ വീട്ടിൽ 62 വയസ്സുകാരി ജമീല ബീബി, 45 വയസ്സുകാരൻ മുഹമ്മദ് റഫീഖ്, 40 വയസ്സുള്ള ഷിംല, 47 വയസ്സുകാരൻ സക്കീർ ഹുസൈൻ, 11 വയസ്സുകാരി ആബിറ, 3 വയസ്സുകാരൻ ആബിദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ചയായിരുന്നു അപകടം. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം മടങ്ങി വരുമ്പോൾ മൈലാമൂട് മുസ്ലിം പള്ളിക്ക് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. കാട്ടുപന്നിക്കൂട്ടം കുടുംബം സഞ്ചരിച്ച വാഹനത്തിന് നേരെ അപ്രതീക്ഷിതമായി എടുത്തു ചാടുകയായിരുന്നു. നിയന്ത്രണം വിട്ട വാഹനം സമീപത്തെ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി. ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഈ കഴിഞ്ഞ ശനിയാഴ്ച ദിവസം കുളത്തൂപ്പുഴയിൽ നിന്നും ഞങ്ങൾ പെരിയമ്പല ഒരു മരണ വീട്ടിലേക്ക് പോയിട്ട് മരണ വീട്ടിൽ പോയി ചടങ്ങുകൾ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് കുളത്തൂപ്പുഴയ്ക്ക് തിരിച്ചു വരുന്ന വഴിക്ക് രാത്രി 11 മണിക്ക് മൈലമ്പൂട് മുസ്ലിം പള്ളിയുടെ വെച്ച് കാട്ടുപന്നികൾ കൂട്ടത്തോടെ വാഹനത്തിൻ്റെ കുറുക്ക് ചാടി വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ട് വണ്ടി അപകടത്തിൽപ്പെടുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട് എൻ്റെ അനിയൻ്റെ കൈക്കും കണ്ണിൻ്റെ ഭാഗവും മുറിവേൽക്കുകയും ഉമ്മായിക്ക് ഗുരുതരമായി തലയ്ക്ക് പരിക്കേറ്റ് കടയ്ക്കൽ കിംസാറ്റ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. കാട്ടുപന്നിയും മറ്റ് മൃഗങ്ങളും വാഹനത്തിൽ യാത്രക്കാർക്ക് ഭയങ്കരമായ അപകടം ഉണ്ടാവുകയാണ്. ജമീല ബീബിയുടെ നില ഗുരുതരമാണ്. പ്രദേശത്ത് നിരന്തരം വന്യമൃഗശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം അരുവിക്കര സ്വദേശികൾ സഞ്ചരിച്ച കാറിന് കുറുകെ മ്ലാവ് ചാടിയതിനെ തുടർന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ട്രാൻസ്ഫോമറിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടാവുകയും ചെയ്തു. തലനാടിരയ്ക്കാണ് കുടുംബം രക്ഷപ്പെട്ടത്. കഴിഞ്ഞ മാസം കാട്ടുപോത്തുകൂട്ടം കുറുകെ ചാടി ജീപ്പിൽ സഞ്ചരിച്ച 5 പേർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കൊല്ലം കണ്ണനല്ലൂർ സ്വദേശി ഷെബിനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ നവംബർ 16-ന് കണ്ണനല്ലൂർ സ്വദേശി അജ്മലിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. ഇയാളെ റിമാൻഡ് ചെയ്തു. കണ്ണനല്ലൂർ മദീന മൻസിലിൽ 27-കാരനായ ഷെബിനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ നവംബർ 16-ന് കണ്ണനല്ലൂർ ജംഗ്ഷനിൽ രാത്രി 11 മണിയോടെ കണ്ണനല്ലൂർ സ്വദേശിയായ അജ്മലിനെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. അജ്മലിനെ ഗുരുതരാവസ്ഥയിൽ കൊട്ടിയം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. കർണാടകയിൽ തീപ്പെട്ടി കമ്പനി നടത്തുന്നയാളെ ഈടി ചമഞ്ഞ് 3.5 കോടി രൂപ തട്ടിയ കേസിലും ഇയാൾ പ്രതിയാണ്. നിരവധി സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ഇയാളെ കണ്ണനല്ലൂർ പോലീസാണ് പിടികൂടിയത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശബരിമല മണ്ഡലപൂജ 27-ന് നടക്കും. രാവിലെ 10:10-നും 11:30-നും മധ്യയാണ് മണ്ഡലപൂജ. തങ്കയങ്കി ഘോഷയാത്ര ആറന്മുളയിൽ നിന്നും പുറപ്പെട്ടു. ഭഗവാൻ ശരണം, ഭഗവതി ശരണം, ദേവൻ ശരണം, ദേവി ശരണം, സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമിയപ്പ, അയ്യപ്പ ശരണമപ്പ, അയ്യപ്പ പമ്പാവാസ. ഒരാൾ അകത്ത് അയ്യപ്പ ഹരിഹര സുതനെ, അയ്യപ്പ. ശബരിമല മണ്ഡലപൂജ 27-ന് 10:10-നും 11:30-നും ഇടയിൽ നടക്കും. ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരാണ് ഇക്കാര്യം അറിയിച്ചത്. പൂജയോടനുബന്ധിച്ചുള്ള ദീപാരാധന 11:30-ന് പൂർത്തിയാകും. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പസ്വാമിക്ക് ചാർത്തുവാനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ടു. ഡിസംബർ 26-ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി 6:30-ന് ദീപാരാധന നടക്കും. 27-ന് ഉച്ചയ്ക്ക് തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജയും നടക്കും. തുടർന്ന് 27-ന് രാത്രി 11-ന് ഹരിവരാസനം പാടി നടയടയ്ക്കും. മകരവിളക്കുത്സവത്തിനായി 30-ന് വൈകിട്ട് 5-ന് നട വീണ്ടും തുറക്കുമെന്നും തന്ത്രി അറിയിച്ചു. തിരുവിതാംകൂർ മഹാരാജാവ് അയ്യപ്പസ്വാമിക്ക് മണ്ഡലപൂജയ്ക്ക് ചാർത്താനായി സമർപ്പിച്ചിട്ടുള്ളതാണ് തങ്കയങ്കി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. UDF അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നിങ്ങൾക്കെതിരായി ഉയരുന്നു പ്രതിഷേധത്തിൽ ശബ്ദമിതാ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ UDF അംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തിയത്. മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ച് ബ്ലോക്ക് പഞ്ചായത്തിലെ UDF അംഗങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ മരണമണി മുഴക്കിക്കൊണ്ട്
പാർലമെന്റിൽ ബില്ല് പാസാക്കിയിരിക്കുകയാണ്. പാർലമെന്റിനകത്തും പുറത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം നടക്കുമ്പോൾ ആ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KS പുരം സുധീർ, K മോഹനൻ, ഉല്ലാസ് ആലപ്പാട്, സുബിൻ ഷാ, ഇന്ദ്രജിത്ത്, ഗീതാകുമാരി, നിസ്സ തൈക്കൂട്ടത്തിൽ, ജയലക്ഷ്മി, റസീന അൻവർ, INTUC നേതാവ് കാർത്തിക് ശശി, വാപ്പാൻകുളങ്ങര സലീം, അബ്ദുൾ സലാം എന്നിവർ പങ്കെടുത്തു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ സമരം ഇന്ത്യ രാജ്യത്ത് ആകമാനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഏത് വൃത്തികേടുകൾ കൊണ്ടുവരുമ്പോഴും അതിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കള്ളം പറയുക എന്നുള്ളത് നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശൈലിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിട്ടുള്ളവർ മുഴുവൻ പേരുടെയും അറിവിലേക്ക് കൂടി ഞാൻ പറയുന്നത് 125 തൊഴിൽ ദിനം എന്ന് പറയുന്ന കള്ളത്തരവുമായിട്ടാണ് ഈ സർക്കാർ കടന്നു വരുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. ഏരൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വിദ്യാർത്ഥികളെ ഇടിച്ചു വീഴ്ത്തി. വിദ്യാർത്ഥികൾക്ക് മുകളിലേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞു. 2 വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്ക്. കുളത്തൂപ്പുഴയിൽ കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണം. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്ന വാഹനയാത്രക്കാരെയാണ് കാട്ടുപന്നികൾ ആക്രമിച്ചത്. 6 പേർക്ക് പരിക്ക്. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഫലപ്രദമായി വിപണി ഇടപെടൽ നടത്തുകയാണെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വിലക്കയറ്റമില്ലാതെ അരിയും പലവ്യഞ്ജനവും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ നൽകാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി. ആശ്രമ മൈതാനത്ത് സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയർ ജില്ലാതല ഉദ്ഘാടനം നടത്തി. ലക്ഷം കടന്ന് സ്വർണ്ണവില. പവന് 1760 രൂപ വർദ്ധിച്ച് 1,01,600 രൂപയായി. ഗ്രാമിന് 12,700 രൂപയായി. ചരിത്രത്തിൽ ആദ്യമായാണ് സ്വർണ്ണവില ലക്ഷം തൊടുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.